ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ചേട്ടയുടെ കല്യാണ ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു കുളമുണ്ട്. കുളമല്ല, സോറി, പുഴയുണ്ട്. അപ്പോൾ ഞങ്ങൾ പുഴ. ഹേ ബംഗാളി അച്ഛാ, എന്താ പറയാനുള്ളത്? ഇട്ട് കുളിക്കാൻ പറ്റിയ ബാഗ്. ഈ പുഴ കണ്ടോ ഗൈസ്, കബിനിപ്പുഴയുടെ തീരത്താണ് നമ്മുടെ വീട്. അപ്പൊ എല്ലാവരും പുഴയിൽ ഇറങ്ങണം. ഞാൻ ഇറങ്ങണമെന്ന് ചിന്തിച്ചിട്ടില്ല. മഴ നേരത്തെ താൻ എന്താ കാണിക്കുന്നത്? എന്റെ മാതൃഭൂമിയുടെ വെള്ളമില്ലാത്തത് കൊണ്ട് വള്ളംകളി മാറ്റിവെച്ചു. അച്ഛന് ഓരോരുത്തരെ തള്ളി തള്ളി ഇടുന്നുണ്ട്. ആ ചിരി കണ്ടില്ലേ എന്റെ അച്ഛന്റെ? ഇത്രയും പെൺ സമൂഹത്തിനിടയിൽ ഒറ്റ ആൺകുട്ടിയാണ് എന്റെ അച്ഛൻ. പ്രായപൂർത്തിയായ പെണ്ണുങ്ങളോ? ഏതാത്? ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. ഈ ചൂലോണ്ട് എന്നെ കൊണ്ട് ഞാൻ പോയിട്ട് അച്ഛനെ ഉന്തിടാം. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുഭൂമി പോയി രസപ്പെടാ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ കല്യാണത്തിന് പോവാണ്. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് വരുന്നത്. ഞങ്ങളൊക്കെ ഒരേ മോഡൽ ഔട്ട്ഫിറ്റാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അമ്മയച്ഛന് മുന്നിൽ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. അതുകൊണ്ടേ എൻ്റെ കപ്പിൾസ് നടന്ന് പോകുന്നു. പറ, കല്യാണത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? കൈ വരയ്ക്കോ? എൻ്റെ ചെക്കൻ്റെ കൂടെയുള്ള ഫോട്ടോ സെക്ഷൻ ആട്ടോ ഈ കാണുന്നത്. പിന്നെ നിങ്ങൾക്കറിയാലോ, ഏത് ഫംഗ്ഷൻ അവതരിപ്പിച്ചാലും എൻ്റെ കമ്മൽ ചാടിപ്പോകുന്ന പരിപാടി പണ്ടേ ഉള്ളതല്ലേ. ഈ പ്രാവശ്യം അത് നന്നാക്കാനുള്ള അവസരം അപ്പൂന് തന്നെ കിട്ടിയത്. അപ്പവും ചിക്കും കൂടി അത് നന്നാക്കുന്ന തിരക്കിൽ ഞാൻ വിചാരിച്ചു നമ്മുടെ ഓൾഡ് വുമൻസിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമെന്ന്. അങ്ങനെ ഞാൻ ആദ്യം ചെന്നത് എൻ്റെ അമ്മമ്മേൻ്റെ അടുത്താണ്. നോക്കുക, ഇനി അടുത്ത ആർത്താ? അമ്മമ്മേൻ്റെ വായിൽ നിന്ന് ഈ ഒരു വർത്താനം ഞാൻ ഓർത്തില്ല. എന്തായാലും കേട്ടണല്ലോ. അങ്ങനെ ചെക്കനെ നമ്മൾ പാക്ക് ചെയ്ത് നേരെ അമ്പലത്തിലേക്ക് വിട്ടോ. അമ്പലത്തിൽ വെച്ചിട്ടാട്ടോ. നോക്ക്, എൻ്റെ തരുണീമനയായ എൻ്റെ അമ്മയെയും അനിയെയും കാണുന്നില്ലേ? ഞങ്ങൾ പോകുന്ന ഡെന്നി മണ്ണൂരാൻ്റെ കാറിലാട്ടോ. പക്ഷേങ്കിൽ അമ്മമ്മയ്ക്ക് ടെൻഷൻ, കാറിൽ നിന്ന് എവിടുന്നോ കാറ്റ് വരുന്നെന്നാ. പക്ഷെ ആ പാവത്തിന് അറിയണ്ടേ ഇത് AC ആന്ന്. അങ്ങനെ ഞങ്ങളെ വഹിച്ചുകൊണ്ട് ഒരു പടനായകനെ പോലെ വണ്ടി ചെയ്ത അമ്പലത്തിന് മുന്നിൽ ഞങ്ങളുടെ ഹീറോ എങ്ങനെ ഇതാ കാറിൽ വന്നിറങ്ങി. ഫസ്റ്റ് ഇവരെ വിട്ടെങ്കിലും ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത്, ഇവർ രണ്ടാമതും. അതെന്താ അങ്ങനെ? അതെനിക്കറിയില്ല. എന്തായാലും ചേച്ചിയും ടീമും ഓപ്പോസിറ്റ് നമ്മുടെ കാത്തിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ പിള്ളേർ സംഘവും ഏട്ടൻ്റെ കൂടെ തന്നെ. ഞങ്ങൾ ഓരോ ഡ്രസ് കോഡ് ആയതുകൊണ്ട് ഞങ്ങളെ തന്നെ എല്ലാ കാര്യത്തിനും മുന്നിൽ തന്നെ പിടിച്ചു നിർത്തി. ഏട്ടനാണെങ്കിൽ ഫുള്ള് വിറയും കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ഞങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞു, വേറെ ഒന്നുമില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ ഫുൾ സെറ്റാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചെക്കനാട്ടോ ആദ്യം അമ്പലത്തിലേക്ക് കയറിയത്. പിന്നെ നല്ല തിരക്കുമായി. ഇതാണ് നമ്മുടെ ചേച്ചി നന്ദന. അങ്ങനെ അവരുടെ ജീവിതത്തിൽ പുതിയൊരു നിമിഷത്തിലേക്ക് എത്തി. എൻ്റെ ചേട്ടൻ ചേച്ചിയുടെ കഴുത്തിൽ താലിയിട്ടു. ചേച്ചി തിരിച്ചും ഒരു കയറ് കെട്ടിക്കൊടുത്തു. ഇതെന്തിനാന്ന് വലിയ പിടുത്തമൊന്നുമില്ല. അപ്പം കല്യാണത്തിനെ പറ്റി കൂടുതൽ അറിയാവുന്നവരെ എനിക്കും കുറച്ച് പറഞ്ഞതാ. എന്തായാലും ഞാനും കെട്ടണമല്ലോ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഏകദേശം എല്ലാവരും ഒന്ന് സൈഡായപ്പോൾ നിങ്ങൾക്കറിയാലോ, വീണ്ടും എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോഴാണ് കുടുംബക്കാരെ മൊത്തത്തിൽ ഒരുമിച്ച് കാണാൻ പറ്റിയ നല്ലൊരവസരം. ആ മനുഷ്യനില്ലേ, ആ വാച്ച് കിട്ടിയ മനുഷ്യൻ, അതാണ് എൻ്റെ പൊന്നു മാമൻ. എനിക്ക് എൻ്റെ മാമനും അനിയും കഴിഞ്ഞിട്ട് മറ്റാരും ഉള്ളൂ, ഈവൻ എൻ്റെ അമ്മ പോലും. അങ്ങനെ ഫുഡ് അതും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണിയാണ്. വയനാട്ടിലെ ബിരിയാണി എന്ന് പറയുമ്പം അത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊതിയോടെ അതിൻ്റെ പീസ് നോക്കി നിന്നു. പക്ഷെ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചേച്ചീൻ്റെ കൂടെ നടത്തം ആരംഭിച്ചു. വാദ്യഘോഷങ്ങളോടുകൂടി അവരെ നടത്തിയാണ് വീട്ടിലേക്ക് എത്തിച്ചത്. അവിടുത്തെ ചെക്കന്മാരുടെ കാര്യമൊന്നും പറയണ്ടല്ലോ. അങ്ങനെ അമ്മായിയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് ഏന്തി
ചേച്ചി അകത്തേക്ക് കയറണം. സുന്ദര മനോഹര നിമിഷം. ഇനി നിനക്ക് തിരിച്ചു വരവില്ല മോളെ, നീ ഇതിൻ്റെ അകത്ത് തന്നെ. ഇതൊക്കെ നോക്കി നിൽക്കുന്ന നിനക്കും വരും ഒരു കാലം എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? അതെ, എനിക്കും വരും. പക്ഷേ എൻ്റെ ചെക്കൻ ചില്ലാണ്. അങ്ങനെ ഫോട്ടോഗ്രാഫറുകളൊക്കെ ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ. അതിനിടയിൽ ഞാനും കഷ്ടപ്പെട്ട് നുഴഞ്ഞു കയറി കുറേ വീഡിയോ ഒക്കെ എടുത്തു. ആദ്യം പാല് കൊടുത്തത് എൻ്റെ അമ്മമ്മ കേട്ടോ, എൻ്റെ സ്വന്തം അമ്മമ്മ. പിന്നെ അമ്മ പാല് കൊടുത്തു. ആ നിൽക്കുന്നത് അമ്മായി കേട്ടോ. പിന്നെ അനി വന്നു. അനി പറഞ്ഞു അമ്മ പാല് കൊടുത്തില്ലേ, എനിക്കും കൊടുക്കണം എന്ന് പറഞ്ഞ് ചാടി കയറി പാല് കൊടുത്തു. ഫോട്ടോ ആയതുകൊണ്ട് കറക്റ്റാക്കിയിട്ടാണ് കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ ആ ടൈം കൊണ്ട് വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിടും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് എൻഡ് ചെയ്യാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല പുതിയ വീഡിയോ കാണും.